നാടൻ ആറ്റുകൊഞ്ച് ഏറ്റവും എളുപ്പത്തിൽ ഫ്രൈ ചെയ്തെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വിഭവത്തിന് എടുക്കുന്ന കൊഞ്ച്. ഇതാണ് കൊഞ്ചിന്റെ ഫാമിലിയിലെ ഏറ്റവും ടോപ്പ് ഐറ്റമാണ് നീലക്കാല്. ഇതിനാണ് ഏറ്റവും ടേസ്റ്റ്. ഇത് നമുക്ക് ക്ലീൻ ചെയ്ത് ഒരു പ്രത്യേക തരത്തില് സ്റ്റിക്ക് കയറ്റിയാണ് നമ്മളിത് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നേരെ തന്നെ ഇരിക്കും. നമ്മൾ ചെമ്മീൻ ക്ലീൻ ചെയ്ത് നന്നായിട്ട് കല്ലിൽ വെച്ചൊന്ന് പതിയെ ഒന്ന് ചതച്ച് ഉപ്പ് പുരട്ടി 10 മിനിറ്റ് വെച്ചിരുന്നതാണിത്. ഇനി ഇതിന്റെ ചേരുവകൾ: ഒരു 1/2 ടീസ്പൂൺ കോൺഫ്ലവർ വേണം, 1/2 ടീസ്പൂൺ കടലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞപ്പൊടി, പിന്നെ ഗരം മസാല പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്, കുരുമുളക് പൊടി, ചുമന്ന മുളക് പൊടി. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിന് വേണ്ടത്. പിന്നെ ഇതിന്റെ ടേസ്റ്റിന് വേണ്ടി നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ചേർക്കുന്നത്. ഗാർലിക് പേസ്റ്റ് ഇട്ട് ഒരു 1/2 ടീസ്പൂൺ കോൺഫ്ലവർ, അത്രയും അളവ് തന്നെ കടലമാവ് ഇടുന്നത് എണ്ണ വിട്ട് കിട്ടാൻ വേണ്ടിയാണ്. നമ്മൾ എണ്ണയിൽ ഇട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. പിന്നെ ഇതിന് കുരുമുളക് ഇച്ചിരി കയറി നിൽക്കുന്നതാണ് ടേസ്റ്റ്. കുരുമുളക് തരിതരിപ്പായി പൊടിച്ചതാണ്. കുരുമുളക് കുറച്ച് ഒരു ടീസ്പൂൺ തന്നെ നമ്മൾ ഇടുന്നുണ്ട്. ഇതിലേക്ക് അത്രയും തന്നെ ഗരം മസാലപ്പൊടിയാണ് നമ്മൾ ഇടുന്നത്. ഒരു 1/2 ടീസ്പൂൺ മതി. ഇനി ഇതിനകത്തേക്ക് രണ്ട് സ്പൂൺ ചുമന്ന മുളക് പൊടി. നമുക്ക് ആവശ്യത്തിന് എരിവ് കിട്ടും. ഇനി മഞ്ഞപ്പൊടി ഇടണം ആവശ്യത്തിന്. മഞ്ഞപ്പൊടിയൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ എടുക്കാം. ഒരു ലേശം ഉപ്പ് കൂടി ചേർക്കണം. നമ്മൾ ഓൾറെഡി ചെമ്മീത്തിന് നമ്മൾ ഉപ്പ് പുരട്ടിയാണ് വെച്ചിരിക്കുന്നത്. അത് അകത്തോട്ടൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ നമ്മൾ വറുത്ത് കഴിയുമ്പോൾ അകത്ത് ഉപ്പില്ലാതെ തോന്നും. ഇത്രയുമാണ് ഇതിന്റെ കൂട്ട്. നമ്മൾ ആദ്യം തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു, മറ്റുള്ള മസാലകളെല്ലാം ഇട്ടു. ഇനി ഇത് നമ്മൾ നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് യോജിപ്പിക്കണം. വിട്ടുപോകരുത്. വിട്ടുപോകുന്ന പോലെ നമ്മൾ ചതയ്ക്കാനും പാടില്ല. എല്ലാം നന്നായി യോജിപ്പിച്ച് എടുക്കുക. ഇതിന് ഡ്രൈ ആകുമ്പോഴേക്ക് നമ്മൾ ചെയ്യേണ്ടത് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പൊടികൾ ഇട്ട് ഇത് കുഴയ്ക്കുന്ന സമയത്ത് അല്പം ഡ്രൈ ആകും. കടലമാവും കോൺഫ്ലവറും ഒക്കെ ഉള്ളതുകൊണ്ട് ആ സമയത്ത് നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണയോ എന്തെങ്കിലും എണ്ണ മാത്രമേ ഇതിന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് അയഞ്ഞു വരും, എല്ലായിടത്തും നന്നായിട്ട് പിടിക്കും. അപ്പോൾ ഒരു നല്ല ഇത് ക്രിസ്പി ആയിട്ട് ഇങ്ങനെ ഇതിൻ്റെ മുകളിലെല്ലാം പിടിച്ച് ആ എണ്ണയുടെ പ്രത്യേക ഒരു ടേസ്റ്റും എല്ലാം നമുക്ക് കിട്ടും. ഇത് നമ്മൾ 10 മിനിറ്റ് വെക്കണം. അത് നമ്മൾ ഇത് പെരട്ടി ഉടനെ തന്നെ നമ്മൾ ഈ ഈർക്കിലിയിൽ നമ്മളിത് കുത്തി 10 മിനിറ്റ് വെച്ചാലും മതി. അല്ലെങ്കിൽ ഇങ്ങനെ 10 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞിട്ട് വീണ്ടും എടുത്ത് കുത്തി വെച്ചാലും മതി. എങ്ങനെ വേണമെങ്കിലും ആവാം. ഇത് 10 മിനിറ്റ് ഇത് വെച്ചിട്ട് വേണം നമുക്ക് ഇനി പ്രിപ്പറേഷന് മുമ്പായിട്ട് ഈർക്കിലിയിൽ കുത്തി ഇതിന്റെ സൈസ് അതുപോലെ തന്നെ ഇരിക്കാനാണ്. ഒട്ടും വളഞ്ഞു പോകാതെ ഇരിക്കാൻ ഭംഗിയുമായിരിക്കും. ഇപ്പം നമ്മുടെ ചെമ്മീൻ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളതിനെ പ്രത്യേക തരത്തിൽ, അതൊട്ടും തന്നെ ഇതിൽ നിന്ന് പോകാത്ത തരത്തിൽ നമ്മൾ ഈർക്കിലിയുടെ അറ്റം കൂർത്തെടുത്ത് നമ്മൾ ഫുള്ളായിട്ടും കയറ്റി ഇങ്ങനെ വെക്കുക. നമ്മുടെ ചെമ്മീൻ ഫ്രൈ വറുക്കാനുള്ള
ഫ്രൈങ് പാൻ ചൂടായിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ ഇതിനാവശ്യമുള്ള എണ്ണ, ഇത് മുങ്ങിക്കിടക്കണം, മുങ്ങിക്കിടന്ന് മൂക്കണം. അതിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് നമ്മൾ 2 ഓൾ സ്പൈസസിന്റെ ഇല, ഓൾ സ്പൈസസിന്റെ ചെടി, ഇതിൽ നിന്നുള്ള 2 ഇല ഇങ്ങനെ കീറി ഇട്ട് കൊടുക്കണം. അതൊരു ടേസ്റ്റും മണവും ഫ്ലേവർ എല്ലാം നല്ല മണമൊക്കെ വരും, അതിൻ്റെ ഒരു ടേസ്റ്റും ഒക്കെ വരും. അതിലേക്ക് നമ്മൾ വേപ്പിലയും ഇട്ട് കൊടുക്കുക. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഓൾ സ്പൈസസിന്റെ ഇലയും വേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ 2 അറ്റവും ഇങ്ങനെ പിടിച്ച് ഈ എണ്ണയിലേക്ക് വെച്ച് കൊടുക്കുക. നന്നായിട്ടിങ്ങനെ കിടക്കണം. നന്നായിട്ട് മൊരിയുന്നത് വരെ നമ്മൾ തീ ഒരല്പം കുറച്ച് വെച്ച്, അല്ലെങ്കിൽ പെട്ടെന്ന് വങ്ങി കരിഞ്ഞു പോവും. അല്പസമയം ഒന്ന് മൂടി വെക്കണം. ഇത് എങ്കിലേ നമ്മുടെ ഉള്ളിലെ ഭാഗത്ത് വെന്ത് വരുള്ളൂ, അല്ലെങ്കിൽ ഒരു പച്ചപ്പാകത്ത് നിൽക്കും. അതുകൊണ്ട് നമ്മളൊരു അല്പസമയം മൂടി കൊടുക്കണം. ചെറുതായിട്ട് ഇത് മൂടുന്നത് ഇതൊന്ന് വെന്ത് മൊരിയാൻ വേണ്ടിയാണ്. മൂടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് ഫ്രൈ ആയി പോകും, അകം വേകാതെ വരും. അതിനൊന്ന് പെട്ടെന്ന് നമ്മളൊന്ന് മൂടി കൊടുക്കുന്നു. നമ്മുടെ ചെമ്മീൻ ഒരു വശം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പം നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ആ വശം നന്നായിട്ട് മൂക്കണം. നന്നായിട്ട് മൂടിയിരുന്നത് കൊണ്ട് നല്ല അകമൊക്കെ വെന്ത് നല്ല ഭംഗിയായിട്ട് നമുക്ക് മൊരിഞ്ഞ് കിട്ടും. ഈ ഇലകളെല്ലാം കിടക്കുന്നതിൻ്റെ ഒരു പ്രത്യേക ഫ്ലേവറും ഈ വറുത്ത മീനിനുണ്ടാവും. ഇനി കുറച്ച് സമയം കൂടി നമ്മളിങ്ങനെ തുറന്ന് വെച്ചാൽ മതി. ഇനി നമ്മൾ മൂടണ്ട. അത്യാവശ്യം അകമെല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ മൊരിയുമ്പോഴേക്ക് ഇതിനെ എണ്ണ കളഞ്ഞ് എടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ കൊഞ്ച് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് നീളത്തിൽ തന്നെ നമ്മൾ ഡ്രസ് ചെയ്തത് കൊണ്ട് ഇരിക്കുന്നുണ്ട്. കൊഞ്ച് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.